ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ കോളേജ് ലൈഫ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. 6:45 ഇറങ്ങിയ മോന്തായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ ഒരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ രണ്ടും പോകുന്നത്. ഞാനും നസ്രിയും ഒരു കോളേജിലാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് നമ്മൾ തിരുവമ്പാടിക്കാണ് പോകുന്നത്. 8 രൂപ നമുക്ക് തിരുവമ്പാടി അങ്ങാടിയിലെത്താനാണ്. പക്ഷെ നമ്മൾ താമരശ്ശേരി സ്റ്റാൻഡിൽ കുറേ നേരം നിന്ന് ബസ് ഇങ്ങനെ വരികയെന്നും കൂടി ഒരു ഐഡിയ ഇല്ലായിട്ട് പിന്നെ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചിങ്ങനെ നമ്മളിങ്ങനെ തിരുവമ്പാടി അങ്ങാടിയിലെത്തി സുഹൃത്തുക്കളെ. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പിന്നെ കോളേജിൻ്റെ അടുത്തേക്കുള്ള ഒരു KSRTC കിട്ടി. അപ്പം അതിൽ കയറി നമ്മൾ കാടുകളും മലകളും താണ്ടി അൽഫോൺസ കോളേജ് തിരുവമ്പാടിയിലെത്തി സുഹൃത്തുക്കളെ. ഹലോ നമ്മളെ പുതിയ കോളേജിലേക്ക് നല്ലോണം വരയ്ക്കുന്നുണ്ട്. ശരിക്കും നല്ല പേടിയാണ് ഗൈസ്. ബാക്കി നമുക്ക് കണ്ട. അപ്പൊ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ സെറ്റപ്പിനും ഗെറ്റപ്പിനും ഒന്നും ഒരു കുറവില്ല ഗൈസ്. അടിപൊളി കോളേജാണ്. അപ്പൊ സീനിയേഴ്സ് പയം പിടിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് തരാൻ പേടിയുണ്ട് ഗൈസ്. അപ്പം അമ്മമാര് പേടിച്ച് വന്ന് ഞങ്ങൾ തന്നെ പിടിച്ചിങ്ങനെ ടീച്ചർ മുന്നിൽ തന്നെ കുത്തിരിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അതിൻ്റെ ചിരിയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളെ സീനിയേഴ്സിൻ്റെ വക കോൽമുട്ടായും പയവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പ്രിൻസിപ്പളിൻ്റെ എന്തൊക്കെ പറയലും അവിടെ തന്നെ വേറൊരു സാറ് വന്ന് കണ്ട് കുറേ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറേ ഗെയിമും എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നസ്രി അഗാധമായി എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിട്ടുണ്ട് എന്താണ് സംഭവം ഓർമ്മയില്ല. പക്ഷേ സീനിയേഴ്സിൻ്റെ സ്നേഹം തീർന്നില്ല ഗൈസ്. ഒരു ലഡുവും തന്നിക്ക് ഞങ്ങൾക്ക്. എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? നല്ല വിജൃംഭിച്ച പടികള്. എന്റെ പറശ്ശിനി കട മുത്തപ്പ പണി പാമ്പായും പട്ടിയായും വരില്ലേ. അപ്പം ഇനിയാണ് ഗൈസ് ട്വിസ്റ്റ് വരുന്നത്. അപ്പം ഫസ്റ്റത്തെ കോളേജിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം അടുത്ത കോളേജിലേക്ക് കാണാം. അങ്ങനെ നമ്മൾ ഓമശ്ശേരി അങ്ങാടിയിലെത്തി. അപ്പോൾ പിന്നെ നസ്രിൻ്റെ ഉപ്പനെ കണ്ടിന്യൂ. അങ്ങനെ നമ്മൾ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ഡേ ഒക്കെ അല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഒക്കെ തിന്ന് അങ്ങനെ നമ്മൾ താമരശ്ശേരിയിൽ നിന്നും അന്നത്തെ ദിവസം പിരിഞ്ഞിരിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടോളി സുഹൃത്തുക്കളെ. അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ഫസ്റ്റത്തെ ഒരു ദിവസം അൽഫോൺസെ പോയി, പിന്നെ 2 ദിവസം ലീവ്. 3-ാമത്തെ ദിവസം നമ്മൾ പോകുന്നത് മർക്കസിലേക്കാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. എന്തായാലും ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾക്ക് 2 ഫസ്റ്റ് ഡേ ഉണ്ടായിട്ടോ, അതും 2 കോളേജിൽ. അപ്പം ഇപ്പം നമ്മളുള്ളത് മർക്കസിലാണ്. അപ്പം അവിടെ ഞാനും നസ്രി ഒന്നിച്ചാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെ വന്ന് കണ്ട് കുറേ ഉദ്ഘാടനം എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ക്ലാസ്സിലൊക്കെ പോയി കുത്തിരുന്നത്. അപ്പം എല്ലാവരും കൂടി ഒന്ന് സെറ്റായി അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ സെറ്റാണ്. പിന്നെ ഞങ്ങൾ ലോഡ് ഫ്രൈസും ചായയും കുടിച്ച് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ട്വിസ്റ്റുകൾ നിങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ബൈ.